1964 ചുഴലിക്കാറ്റിൽ തകർന്നു പോയൊരു സ്ഥലമുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ സ്ഥലത്തെ ഇന്ന് അറിയപ്പെടുന്നത് പ്രേതനഗരം എന്ന പേരിലാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിന്റെ വെസ്റ്റ് ടവർ എൻട്രൻസിന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതുവഴി തന്നെയാണ് ധനുഷ്കോടി ബസ് വരിക. ഉച്ച സമയമാണ്, 12:30. നല്ല തിരക്കാണ് ഇവിടെ. അതുപോലെ തന്നെ ധനുഷ്കോടി ഭാഗത്തേക്ക് ഓട്ടോയും കിട്ടും, അതായത് ഷെയർ ആയിട്ട് പോകാനും കിട്ടും. ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് ഒരു ബസ് പോയതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ കഴിയണം. ബസ് വരികയാണ്. ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ്. ധനുഷ്കോടി അരിച്ചൽ മുന്നേ. ധനുഷ്കോടി മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ മുന്നിൽ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ക്ഷേത്രത്തിന്റെ മുൻഭാഗം വഴി തന്നെയാണ് ബസ് പോകുന്നത്. ഇവിടെ നിന്നാൽ മതി. എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തും നോക്കാം. ഒരാൾക്ക് 30 രൂപയാണ് ധനുഷ്കോടിയിലേക്ക് വന്ന ടിക്കറ്റ് ചാർജ്. നമ്മളിപ്പോൾ ശ്രീലങ്ക യാത്രയൊക്കെ പോയി വന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് ധനുഷ്കോടി. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാവും. കാരണം അതിന് തൊട്ട് അടുത്ത് തന്നെയാണല്ലോ തലൈമന്നാർ. തലൈമന്നാറൊക്കെ പോയി അവിടുത്തെ മുഴുവൻ കാഴ്ചകളും നമ്മൾ പകർത്തുകയാണല്ലോ. അപ്പം അത്രയും അടുത്ത് ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇതാ നമ്മൾ ബസ് കയറി പോകുന്നത്. രാമേശ്വരം ഈ ഒരു നഗരഭാഗത്ത് ഇതുവരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നല്ല തിരക്കാണ് ഇവിടെ. ബസ്സിലൊന്നും തിരക്കേ ഇല്ല. നട്ടുച്ചയായതുകൊണ്ട് തന്നെയാണ്. കാരണം 12:30 ഈ സമയത്തൊന്നും അധികം തിരക്കേ ഇല്ല ബസ്സിൽ. രാവിലെയും വൈകുന്നേരമായിരിക്കും നല്ല തിരക്കുണ്ടാവുക. ധനുഷ്കോടിയിലേക്കുള്ള റോഡൊക്കെ അടിപൊളിയാണ്. സ്ട്രെയിറ്റ് റോഡാണ്. ഇനിയിപ്പോൾ കുറച്ചങ്ങ് എത്തിയാൽ കടൽ കണ്ടു തുടങ്ങും. കാരണം കടലിൻ്റെ അത്രയും അടുത്തുകൂടി തന്നെയാണ് റോഡും പോകുന്നത്. NH 49 കൊച്ചി ധനുഷ്കോടി ഹൈവേ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. റോഡിന്റെ ഭാഗത്തൊക്കെ കൂടുതലും മണലുകളാണ്. പോകുന്ന വഴികളിൽ ഇതുപോലെയുള്ള കടകളൊക്കെ കാണാം. കൂടുതലും ഷീറ്റും ഓലയുമാണ്. കടലിപ്പോൾ ഒരുപാട് അടുത്തായി, ഇനിയും അടുത്ത് വരും. രണ്ട് ഭാഗത്തായിട്ട് വരും. ഇപ്പൊ ഈ സൈഡ് മാത്രമല്ലേ ഉള്ളൂ, ഈ സൈഡിലും കൂടെ വരും. ഞങ്ങളിപ്പോ നേരെ പോയി ഇറങ്ങുന്നത് അരീച്ചൽമുന ഭാഗത്തല്ല, അതായത് ആ എൻഡ് പോയിന്റിലല്ല. ഇവിടെ പണ്ടുണ്ടായ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, ആ ഭാഗത്താണ്. റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം ഏകദേശം എത്താനായി. അവിടുന്ന് വീണ്ടും പോകാനുണ്ട് അരീച്ചൽമുന ആ ഭാഗത്തേക്ക്. ഓൾഡ് ധനുഷ്കോടിയാണിത്. അപ്പോൾ ഇവിടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഇവിടെ ഇറങ്ങാം. ഇപ്പം ഇവിടുന്ന് ആ എൻഡ് പോയിന്റിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അടുത്ത ബസ്സിന് പോവാം.
റെയിൽവേ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, ശംഖുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ എല്ലാം ഉണ്ട്. ഇതാ ചെറിയ തരത്തിലുള്ള ഇതുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഇതാ വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഞാനിന്ന് ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ടൈപ്പൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പല യാത്രയിലും കാണുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ്. പിന്നെ ഗ്ലാസ് ഒക്കെ കിട്ടും. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. പണ്ട് ഉണ്ടായിരുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനല്ലേ ഇതല്ലേ? അതിൻ്റെ അവശേഷിപ്പ് ആ ഒരു കൊടുങ്കാറ്റിൽ തകർന്നു പോയ ഭാഗങ്ങളാണിത്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു വഴി ഉണ്ടാവണമല്ലോ, അത് വഴിയാകാം. മുഴുവനും കാട് തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് നമുക്കിങ്ങനെ കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിതാ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഈ കാണുന്നൊക്കെ അതിൻ്റെ ആ ഒരു ചുമരുകളും അതിൻ്റെ ആ തൂണുകളും അതൊക്കെയാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ആൾക്കാരുടെ കുറച്ച് കലാവിരുദ്ധമൊക്കെ ഉണ്ട്, ചുമരെഴുത്തുകൾ. അത് പിന്നെ എന്തൊക്കെയാണെന്ന് പിന്നെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു മുകളിലേക്കുള്ള ഒരു തൂണും, പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കെട്ടിടത്തിൻ്റെ അവശേഷിപ്പും, പിന്നെ ഈ ഒരു കാണുന്ന തൂണും, പിന്നെ ഇതാ ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെയും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് പ്ലാറ്റ്ഫോം പോലെ അല്ലേ? റെയിൽവേ ട്രാക്കൊന്നും ഇല്ല കേട്ടോ. റെയിൽവേ ട്രാക്കിൽ ആ വരുന്ന വഴിക്ക് ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നൊന്നും ഒന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. മയിലുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ ഇതാ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാം. മുഴുവനും വേസ്റ്റാണ്, എല്ലാ ഭാഗത്തും വേസ്റ്റുകളാണ്. നമ്മൾ ഈ വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശ്രീലങ്കയിലെ തലൈമന്നാർ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ഭാഗത്തും ഇതേപോലെയുള്ള വേസ്റ്റുകൾ ഉണ്ടായില്ല. എല്ലാം അത്രയും വൃത്തിയോടെയാണ് അവർ ആ ഭാഗമൊക്കെ പരിചരിക്കുന്നത് അല്ലേ? അത് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ ഇന്ത്യന്റെ ഒരു ഭാഗം വരുന്നത് ധനുഷ്കോടി, അരിച്ചൽ മുന എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്ഥലം തന്നെയാണ്. പക്ഷെ തലൈമന്നാർ വരുന്നത് ടൂറിസം ഒന്നും അല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയും ബസ്സുകളൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം ആരും അവിടെ എത്താത്തതുകൊണ്ട് വേസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത് ഇവിടെ വരുന്നവർ തന്നെയാണ് ഇതൊക്കെ വേസ്റ്റ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ തന്നെയാണ് ഇത് ഇങ്ങനെ വൃത്തികേടാക്കുന്നത്. വേറൊന്നും പ്രത്യേകിച്ച് അതിലെടുത്ത് പറയേണ്ടതൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റൊരു ഭാഗത്തോട്ട് പോവാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സംയുക്തമായിട്ടുള്ള ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഗതാഗത മാർഗ്ഗം. അതിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ 1880 സമയത്ത് ചെന്നൈ, അതായത് അന്നത്തെ മദ്രാസിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ബോട്ടുമേൽ എന്നാണ്. അങ്ങനെ തൂത്തുക്കുടിയിൽ വന്ന് ഇറങ്ങിയ ശേഷം അവിടുന്ന് കടൽ മാർഗം ഫെറി വഴി ഏകദേശം 250 കിലോമീറ്റർ യാത്ര ചെയ്ത് കൊളംബോയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അത് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ടും ഇവിടെ വന്നാൽ കുറച്ച് ദൂരം കുറവാണ്. അതായത് 1914 നമ്മുടെ പാമ്പം പാലം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ആ തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ആ ബോട്ട് മെയിൽ എന്ന് പറഞ്ഞ ട്രെയിൻ നേരെ ധനുഷ്കോടിയിലേക്ക് മാറ്റിയുണ്ടായി. കാരണം അന്ന് സമയത്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായതാണല്ലോ. അപ്പോൾ ആ ട്രെയിനിന്റെ പേര് അന്ന് അറിയപ്പെട്ടത് ചെന്നൈയിൽ നിന്ന് മദ്രാസിൽ നിന്ന് ഇവിടെ വരുന്ന ധനുഷ്കോടി എക്സ്പ്രസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ അന്ന് ധനുഷ്കോടി പിയർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, പിയർ എന്ന് ഉദ്ദേശിക്കുന്നത് തുറമുഖം, തുറ എന്ന് പറയും തമിഴിൽ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ മാത്രമേ ഫെറി വഴി നമുക്ക് ഇവിടെ ശ്രീലങ്കയിലത്തെ തലൈമന്നാർ പിയർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാനുള്ളൂ. തലൈമന്നാർ പിയറൊക്കെ നമ്മുടെ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടത്തേക്ക് പോകാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക അന്നത്തെ ഒരു ഗതാഗത മാർഗ്ഗമാണ് ഉണ്ടായത്. പക്ഷേ 1964 ഇവിടെ എന്താ പറയുക ഈ പറഞ്ഞ ചുഴലിക്കാറ്റ് വന്നത്. ആ ചുഴലിക്കാറ്റിലെ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ അന്ന സമയം, അതായത് 1964 ഡിസംബർ 22 പാമ്പിൽ നിന്ന് ഇവിടെ ധനുഷ്കോടിയിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. അതാണ് അപകടത്തിൽപ്പെട്ടത്. ആ സമയത്ത് അതിലെ മുഴുവൻ യാത്രക്കാരും, ഏകദേശം 100-ലധികം യാത്രക്കാരും ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ജനവാസമുള്ള ഒരു സ്ഥലമായിരുന്നു. 1800ഓളം ആൾക്കാർക്കാണ് എന്താ പറയുക സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത്. പിന്നീട് എന്താ പറയുക ഇവിടെ ജീവിക്കാൻ യോഗ്യമല്ലാതായതോടുകൂടി മദ്രാസ് സർക്കാരാണ് ഈ ഒരു പറയുന്ന സ്ഥലത്തെ
പ്രേതനഗരം എന്ന് വിളിച്ചത്. പിന്നെ അതോടുകൂടി എന്താ പറയുക, ഈ നമ്മുടെ തലൈമന്നാർ പിയറിലേക്കുള്ള ഒരു സർവീസ് ഇവിടുന്ന് നിർത്തി. കാരണം ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നാൽ അതിനുശേഷം ആ പറഞ്ഞ സർവീസ് രാമേശ്വരം ടെർമിനസിൽ നിന്ന് സർവീസ് തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ 1984 സമയത്ത് ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപമൊക്കെ വന്നല്ലോ, ശേഷം അത് നിർത്തി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഓർമ്മകളാണ്. റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്താണ് പഴയ ചർച്ച് ഉണ്ടായിരുന്നത്, ആ പ്രേത നഗരത്തിലെ പള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ തകർന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തൊക്കെ കൂടുതൽ കടകളാണ്. ഇതിലൂടെ നടക്കാനുള്ള ചെറിയൊരു വഴിയുണ്ട്. ആകെ പള്ളീൻ്റെ ഇപ്പം ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ആ ചെറിയൊരു അവശേഷിപ്പ്. അതിൻ്റെ ആ ഭാഗത്തേക്ക് പിന്നെ ബീച്ചാണ്. ഇത്രയേ ഉള്ളൂ പള്ളി. എന്താ ഇവിടുന്ന് ആ ഒരു ഭാഗം വരെ. പ്രേതനഗരം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പേടി വരിക. ഇവിടെ തന്നെ ഒരു കോവിൽ കൂടിയുണ്ട്, ആ ഭാഗത്താണിത്. ഇനിയിപ്പം എൻ പോയിന്റിലേക്കുള്ള ബസ് ഇവിടെ തന്നെ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കൂടുമ്പോൾ ബസ് ഇതിലൂടെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള. കൂടുതലും മീനുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഷെയർ ഓട്ടോ കിട്ടിയേ, ബസ്സിനെ കാത്തൊന്നുമില്ല, അതിന് മുന്നേ തന്നെ ഓട്ടോ കിട്ടി. ഈ വെയിലൊന്നും ഒരിക്കലും നടക്കാൻ പറ്റില്ല, പിന്നെ കുറച്ച് കിലോമീറ്റർ ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് അടുത്ത് വന്നു കടല്. നേരത്തെ നിന്ന ഭാഗമില്ലേ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗം, അവിടെ കയറി നിൽക്കാൻ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, പൊരി വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വന്നൊരു ഓട്ടോയിൽ കയറിയത്. 2 പേർക്കും കൂടെ 100 രൂപയായി. നല്ല പൈസയാണ്. കാരണം ഓട്ടോയിൽ നിന്ന് ആക്കി വരുന്നതിന് ഞാൻ വലിയ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ബസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ചീപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ബസ് തന്നെ നോക്കിയാൽ മതി. പിന്നെ ഓരോരോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നമുക്ക് നോക്കാൻ പറ്റില്ല ക്യാമറയിലേക്കൊന്നും, ശക്തമായ വെയിലാണ്. ഈ ഒരു ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ആ ഒരു എൻ പോയിന്റ് അരീച്ചൽ മുന്നൈ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രാമസേതു കാണാം. പക്ഷെ ഞങ്ങൾ ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് പോയപ്പോൾ കണ്ട രാമസേതുവിൻ്റെ കാഴ്ചയില്ലേ, അത്രയൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കാണാൻ പറ്റില്ല. അവിടെയാണ് നല്ല വ്യക്തതയോടെ നമുക്ക് കാണാൻ പറ്റുക. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാം. ഈ നട്ടുച്ച സമയത്ത് ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ രാവിലെ എന്നോ വൈകുന്നേരം ഒന്നും ഇല്ല. ആൾക്കാരുടെ ആ ഒരു വണ്ടിയൊക്കെ വന്നതും കാണാം. ഈ ഓട്ടോ ഒക്കെ രാമേശ്വരത്ത് നിന്ന് ഇവിടത്തേക്ക് ആൾക്കാരൊക്കെ ആക്കി വന്ന വണ്ടിയാണ്, ഷെയറിങ് ചെയ്ത് വന്ന വണ്ടികളാണ്. ഈ വണ്ടിയും അതുപോലെ തന്നെയാണ്. മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഇവിടെയും ശംഖുകളൊക്കെ കിട്ടും. കേരള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ട്രാവലറിനെ കണ്ടു. ഇവിടം വരെയാണ് നമുക്ക് പോകാൻ പറ്റുക. ഇപ്പൊ പിന്നെയും രാമസേതുവിന്റെ നല്ല കാഴ്ചയുണ്ട് കേട്ടോ. ഞങ്ങള് 2019 ആ സമയത്ത് വന്ന സമയത്തൊന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടം വരെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തൊട്ട് മുന്നിലായി രാമസേതു കാണാം, അഥവാ ആദംസ് ബ്രിഡ്ജ്. തലൈമന്നാർ ശ്രീലങ്കയൊക്കെ അങ്ങവിടെയാണ്. നേരെ രാമസേതു ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ്
ഇങ്ങനെ വളഞ്ഞ് നേരെയാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗമില്ലേ, ഇതാ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ അതുവഴി അങ്ങനെ പോകും. അതായത് ആ ഭാഗത്തേക്ക് നേരെയാണ് ശ്രീലങ്ക. അന്ന് തലൈമന്നാറിൽ പോയ സമയത്ത് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്കാർ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടാവും. അതായത് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ശ്രീലങ്കയെ നോക്കും, ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ ഇന്ത്യനെ നോക്കും. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വെറൈറ്റി അനുഭവം തന്നെയാണ്. കാരണം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ട്. അവിടെ നമ്മുടെ തലൈമന്നാർ, ആ ഒരു ബസ് സ്റ്റോപ്പ്, അവിടെയുള്ള ചേട്ടന്മാർ, അവിടെയുള്ള ആ ഒരു ഓട്ടോയിലാണ് ആ ഒരു രാമസേതു കാണാൻ വേണ്ടി പോയത്. ആ അനുഭവങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കില്ല. എന്തായാലും ഈ നല്ലൊരു കാഴ്ച ഇവിടെ വന്നാൽ നമുക്ക് കാണാം. കടലിനൊക്കെ നല്ല ശക്തിയുണ്ട്. ഇതാ ഇവിടെ ഏത് ഭാഗത്തും നല്ല തിരക്കാണ്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. മാലകളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട ഒരു ശംഖുകളില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്കൂടെയൊക്കെ നടന്നിട്ട് വരാം. രാമസേതു കാണണമെങ്കിൽ ഇവിടെ തന്നെയാണ്. ഈ ശ്രീലങ്കേന്റെ തലൈമന്നാർ ഭാഗമില്ലേ, അവിടെ ഇത്രയും നാളില്ല കേട്ടോ. അവിടെ ആരും തന്നെ ഇല്ലാന്ന് പറയാം. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാരണം എല്ലാ നിരവധി ആൾക്കാരാണ് ദിനംപ്രതി ഇവിടെ വരുന്നത്. അവിടെ അത് മാത്രം കാണാനായി ദിവസം ഒരു 10-ൽ താഴെ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ എന്ന് തന്നെ പറയാം. ഞങ്ങളൊക്കെ പോയ അന്ന് തന്നെ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. അവിടത്തേക്കുണ്ടല്ല പോകാനായാലും എന്താ പറയാ, നമുക്ക് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മളെ സ്വന്തമായിട്ട് കണ്ടെത്തി പോകേണ്ട ഒരു അവസ്ഥ. കാരണം തലൈമന്നാറിലത്തെ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയില്ല, ഇവിടെ പോകേണ്ടതെന്ന് അറിയില്ല. ഞാനും അവനും മാറി ഇരുന്ന് നോക്കി, ഗൂഗിൾ മാപ്പൊക്കെ നോക്കി, അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ എന്തായാലും. പിന്നെ അതൊരു നേവി കൺട്രോൾഡ് ഏരിയ കൂടിയായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും സുഖമായിട്ട് പോവാം. റോഡ് അവസാനിക്കുന്ന ഈ ഭാഗത്താണ് അശോക സ്തംഭം. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്ന് നല്ല ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം. പിന്നെ ആകെ ഇവിടുത്തെ പ്രശ്നം ഈ വെയിൽ, ഈ ചൂട് മാത്രമാണ്. അതിവിടെ നല്ലതുപോലെ സഹിക്കേണ്ടി വരും. എല്ലാവർക്കും ഇവിടെ വന്നാൽ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവയിപ്പോൾ ഇവിടെ ഒരു ഫാമിലിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. KL-21 കേരളത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വരുന്നു. ഞാനിപ്പോൾ നേരത്തെ ഒരു ട്രാവലറിന് കണ്ടു. അവിടെ തന്നെ വേറെ ഒരു സ്കോർപ്പിയോ, അങ്ങനെ ഒരുപാട് വണ്ടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഈ കാണുന്ന വണ്ടിയില്ലേ, ഹോണ് 1.5-ആണ്. ഇത് പണ്ട് ഈ ധനുഷ്കോടി ഒരു 2010 സമയത്ത് വെള്ളത്തിലേക്കൂടെ പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതെ, നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ വരുന്ന രാമേശ്വരം വഴിയില്ലേ, അതുവഴി വെള്ളത്തിന്റെ ആ ഒരു വെള്ളം നിറഞ്ഞ ഭാഗത്തേക്കൂടെ ഈ വണ്ടി കയറി പോകുന്ന ഒരു കാഴ്ച അത് യൂട്യൂബിലുണ്ട് കേട്ടോ. ഞാൻ പണ്ട് കണ്ടതാണ്. ഇപ്പൊ ഒരു മെസ്സേജ് വന്നതേ ഉള്ളൂ, ഹലോ വെൽക്കം ടു ശ്രീലങ്ക. അതായത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ശ്രീലങ്കയൊക്കെ പോയിട്ട് വന്നതാണല്ലോ, അതുകൊണ്ടാകാം ഈ ഒരു മെസ്സേജ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് വരാൻ കാരണം. ഇനി ഇവിടുന്ന് തിരിച്ചു നേരെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ബസ് കിട്ടും. അപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ ബസ്സൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് വരട്ടെ, അതിന് കയറി നേരെ പോവാം. ഇവിടുന്ന് ഒരു ബട്ടർ സ്കോച്ചിന്റെ ഒരു കോൺ ഐസ്ക്രീം വാങ്ങി. 40 രൂപയാണ് ഒരെണ്ണത്തിന്. അന്ന് ശ്രീലങ്കയിലെ തലൈമന്നാർ പോയപ്പോൾ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ഇവിടെ ഇതാ നിരയായിട്ടാണ് ഓട്ടോകൾ ഉള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഓട്ടോ ചാർജിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞല്ലോ, അത് വേറെ കൊണ്ടല്ല, ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ടാണ് 100 രൂപ വാങ്ങിയത്. തലൈമന്നാർ പോയ സമയത്തുണ്ടല്ലോ, അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ഞങ്ങൾ ആ മൊത്ത സ്ഥലത്തേക്ക് എവിടേക്കോ കൊണ്ടുപോയി അവിടുത്തെ മീനിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ദ്വീപിന്റെ കാര്യങ്ങൾ, ആ രാമസേതൊക്കെ നല്ല വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്തു. എന്നിട്ട് വാങ്ങിയതോ വെറും 150 രൂപ മാത്രം, ഇന്ത്യൻ മണിയാണ്. അതാണ് ഇവിടുത്തെ ഡിഫറൻറ്റ്. പാക്ക് കടലിടുക്കിന്റെ ഭാഗത്താണ് ഈ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക്
ഇറങ്ങാൻ അധികം പറ്റില്ല. ഈ പാറേന്റെ മുകളിലൂടെ നടക്കാം. ഇവിടം വരെ ഇറങ്ങാം. ഇനി ഇതിന്റെ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇതൊക്കെ നല്ല വഴുക്കലുണ്ടാവും. വെള്ളം അടിച്ച് കയറിയതാണല്ലോ. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് കേട്ടോ. പച്ച കളറാണ് വെള്ളത്തിന്. അവിടേക്കാണ് കൂടുതലും തിര. ചെക്ക് തന്നെ ഉണ്ട്. നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഈ ഭാഗത്തിലെ കടലില്ലേ, ഇത് കുറച്ച് രൗദ്രഭാഗമാണ്. ഇത് കണ്ട എന്തൊരു കാമാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇപ്പം 2:40 മിക്കവാറും ഇത് 3 മണിയാകുമ്പം പോകുന്ന ബസ്സാകാം. ഇത് പഴയ ടൈപ്പ് ബസ്. ഇത് പഴയ ടൈപ്പ് ബസ് ഇന്ന് എത്രയോ മാറിയിട്ടാണ് വന്ന് നിർത്തിയത്. ഈ ബസ്സിൽ ഇവര് മുന്നിലിരുത്തൂല, പുറകിൽ പോയിരിക്കാൻ പറഞ്ഞു. മുന്നിൽ സ്ത്രീകളാണ്. ഇത് ഈ റൂട്ടിന്റെ ഇവിടെ തന്നെ തിരികെയാണ്. ഒരുപാട് ദൂരം മാറിയിട്ടാണ് ഈ ബസ് വന്ന് നിർത്തിയത്. തിര ഇങ്ങനെ അടിച്ചു കയറുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. തിരിച്ച് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാൾക്ക് 30 രൂപയാണ് ബസ് ടിക്കറ്റ് വന്നത്. ഓൾഡ് ധനുഷ്കോടി ഭാഗം, അതായത് ആ ഒരു പ്രേതനഗരം. വൈകുന്നേരം ആകുന്തോറുമാണ് വണ്ടികൾ കൂടുതലായിട്ട് വരുന്നത്. ഇവിടെയൊക്കെ മണലാണ്. നമ്മളീ പോയ ധനുഷ്കോടി എന്നൊക്കെ ശ്രീലങ്കയിലെ ഡെൽഫ്റ്റ് ഐലൻഡ്, അതായത് നെടുന്തീവൊക്കെ അടുത്ത് തന്നെയാണ്. ഈ നെടുന്തീവിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മനോഹരമായൊരു ഐലൻഡാണത്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തിയത്. റെയിൽവേ സ്റ്റേഷന് ലെഫ്റ്റിലേക്കാണ്. കുറച്ച് പോയി ലെഫ്റ്റിലേക്ക് പോയാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഹൗസാണ്. അപ്പോൾ ഇതുവഴിയാണ് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക്. 400 മീറ്ററേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഈ ഒരു ഇടുങ്ങിയ വഴി കുറച്ച് മോശം പിടിച്ചാണ്. ഇത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ആ റോട്ടിൽ നിന്നുള്ളൊരു എളുപ്പവഴിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇപ്പോൾ നവീകരണമാണ്. നല്ല വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ടൗണിലേക്കുള്ള റോഡാണിത്. ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമനാഥപുരം, രാമേശ്വരം, ധനുഷ്കോടി ഈ ഭാഗത്ത് മുഴുവനും ഉപ്പുവെള്ളമാണ്. അതുപോലെ തന്നെ നട്ടുച്ച സമയത്താണല്ലോ ധനുഷ്കോടി ഭാഗത്തേക്ക് പോയത്. തിരിച്ചെത്തിയപ്പോഴത്തേക്കും വേർത്തൊരു വല്ലാത്തൊരു അവസ്ഥയായി. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ജിയോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാമേശ്വരം. ഇവിടുന്ന് ബസ് കയറിയിട്ടാണ് നേരെ ധനുഷ്കോടിക്ക് പോകുന്നത്. നേരെ മറിച്ചിട്ട് നേരെ ശ്രീലങ്കയാണെങ്കിൽ ഈ രാമേശ്വരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വരുന്നത് അവിടെ മണ്ണാറാണ് നമ്മൾ താമസിച്ചത്. അവിടുന്ന് വേണം ബസ് കയറിയിട്ട് തലൈമന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഈ ധനുഷ്കോടി പോലെയല്ല തലൈമന്നാർ എന്ന് പറഞ്ഞാൽ ജനവാസമുള്ള ഒരു സ്ഥലമാണ്, ഗ്രാമമാണ്. അവിടെ സ്കൂളുകളും മറ്റു ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ധനുഷ്കോടിയിൽ. പിന്നെ ആരും ഇല്ലല്ലോ. ഞാൻ നേരത്തെ മനു പറഞ്ഞ പോലെ തന്നെ
വീഡിയോയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ശ്രീലങ്ക യാത്ര കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ഇല്ലല്ലോ. ഈ തലൈമന്നാറത്ത് ഒരുപാട് എന്താ പറയുക ആ ഒരു മുഖങ്ങളാണ് നമുക്ക് ഈ ധനുഷ്കോടി പോയ സമയത്ത് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 2 വീഡിയോയിലായി, അതായത് രാമേശ്വരത്തിന്റെ വീഡിയോയിലായാലും ഒരു ബോട്ട് മെയിൽ എക്സ്പ്രസിനെ പറ്റി പറഞ്ഞില്ലേ. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സർവീസ് നടത്തുന്ന ആ വണ്ടിയല്ല, നമ്മുടെ ധനുഷ്കോടിയിലേക്കൊക്കെ സർവീസ് ഉണ്ടായ അതിന്റെ പേരിലുള്ള നമ്മുടെ ഇന്ത്യയിലത്തെ ട്രെയിൻ തന്നെയാണ് അടുത്ത ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെന്നൈയിലേക്ക്. ആ ബോട്ട് മെയിലിന്റെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് പരിപാടി ബൈ.